നമ്മൾ ഇന്ന് പരാതി കൊടുക്കേണ്ട സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. കുറെ കാലങ്ങളായിട്ട് പുള്ളി ഇതുപോലുള്ള അധിക്ഷേപപരമായിട്ടുള്ള പോസ്റ്റുകൾ നിരന്തരമായിട്ട് ഇടുന്നത്. അത് നമ്മളുടെ നിയമവാഴ്ച പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം മരിച്ച നമ്മുടെ ബഹുമാനായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രപിതാവിനെയും പ്രധാനമന്ത്രിയൊക്കെ ഉൾപ്പെടെ അധിക്ഷേപിച്ചൊരു പോസ്റ്റ് ഇട്ടതിന്റെ ഭാഗമായിട്ട് ഞാൻ DGPക്ക് ഒരു പരാതി നൽകിയത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണത് കോപ്പി വെച്ചിരുന്നത്. വിനായകൻ അടക്കമുള്ള ആളുകൾ താമസിക്കുന്ന ഇന്ത്യൻ പോലീസ് സ്റ്റേഷൻ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. അപ്പൊ അവിടുന്ന് ബന്ധപ്പെട്ട പോലീസുകാർ വിളിച്ചിരുന്നു. ആ പരാതി നേരിട്ടൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനിപ്പോ അയച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇതുവരെ മറ്റു നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് സ്റ്റേഷനിൽ വരാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാകുന്നത് അല്ലെ? അപ്പോൾ എന്താണ് തുടർ നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? എന്താണ് ഇനിയും അടുത്ത പ്രതിഷേധമോ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? വൈകാരികമായിട്ടുള്ള വിഷയമാണിത്. ജില്ലയിലുള്ള പല പ്രവർത്തകരും പല രീതിയിലുള്ള പ്രതികരണങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു രീതിയുണ്ട്. അതാണ് നമ്മളിപ്പോ പരാതിയായിട്ട് DGPക്ക് നൽകിയിരിക്കുന്നത്. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അപ്പൊ ഇതിലും തക്കതായിട്ടുള്ള ഒരു നിയമ നടപടികൾ ഇല്ല എന്നുള്ളതാണെങ്കിൽ മറ്റുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരാൾ നമ്മുടെ ബന്ധപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ആരൊക്കെ മരിച്ചുപോയാലും നമുക്ക് അറിയാവുന്നതാണ്. വളരെ വൈകാരികമായിട്ടായിരിക്കും നമ്മളെ ഒരു അവസ്ഥ. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിലൂടെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ സ്ഥല MPയുടെ പിതാവിനെ അടക്കം ഒരുപാട് ആളുകളെ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളെയൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലും പോലീസ് വ്യക്തമായിട്ടുള്ള നടപടികൾ ഇല്ല. ഇതേ രീതിയിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് ഇഗ്നോർ ചെയ്യാറുണ്ട്. പല മോശപ്പെട്ട പോസ്റ്റുകൾ ഇടുന്നതും വാർത്തകളൊക്കെ വിവാദമാണെന്ന് നമ്മളെല്ലാം കാണുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടന അതെല്ലാം ഞങ്ങളെല്ലാം ഇഗ്നോർ ചെയ്ത് കളയാറാണ് പതിവ്. പക്ഷെ ഇത് ഞങ്ങളെ വൈകാരികമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ നടപടികൾ ഇല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ുമായി ബന്ധപ്പെട്ട് പല കോണിൽ നിന്ന് പ്രതികരണമൊക്കെ തേടിയായിരുന്നു. അപ്പോഴൊക്കെ അവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് തങ്ങൾക്ക് വിനായകനെ പേടിയാണ്, അദ്ദേഹം വെള്ളമൊഴിച്ചിട്ട് തനിക്കെതിരെ തിരിയും എന്നൊക്കെയുള്ള ഭയങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ഇതുപോലെ ആയിരിക്കും പലരും പരാതി പറയാനൊക്കെ തന്നെ മടിക്കുന്നതും. അതെ, അങ്ങനെ അദ്ദേഹത്തിന്റെ രീതി ഉപയോഗിക്കട്ടെ. നമുക്ക് നിയമപരമായിട്ടൊരു ഓപ്ഷൻ ഉള്ളതിന്റെ പേരിലാണ് നമ്മളിപ്പോ പരാതി കൊടുത്തിരിക്കുന്നത്. നിയമം എന്ത് ചെയ്യും, ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് എന്ത് നടപടിയെടുക്കുമെന്ന് നോക്കിയിട്ടുള്ള ബാക്കിയല്ല. ഇതൊരു സംഘടനയാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പല നേതാക്കളെയും, ഞങ്ങളുടെ ഞങ്ങളുടെ സംഘടന വളർത്തിയ പല നേതാക്കളെയൊക്കെ വളരെ മോശമായിട്ടാണ് അധിക്ഷേപിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് സമയത്ത് നമ്മൾ കണ്ടതാണ്. വീണ്ടും ആവർത്തിക്കുന്നത്. മരണപ്പെട്ടു പോയിട്ടും വീണ്ടും വീണ്ടും അങ്ങനെ എന്തുദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുള്ളതിന് എന്റെ തെളിവില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഉന്നയിക്കുന്നില്ല. എന്നാലും ഇന്നലെ VSന്റെ ചിത്രത്തിന് മുമ്പിൽ വൈകാരികമായിട്ട് മുദ്രാവാക്യം വിളിച്ച് ഒരു പ്രകടനം നടത്തിയ ആള് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ ഒന്നില്ലെങ്കിൽ സ്വബോധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മറ്റുള്ള ആളുകൾ തെളിവുകൾ തെളിയിക്കട്ടെ. എന്നാലും ഞാൻ പറയുന്നത് ഇതിങ്ങനെ ആവർത്തിച്ചു പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തക്കതായിട്ടുള്ള നടപടികൾ ഞങ്ങൾക്കും കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഇവിടുത്തെ നിയമം പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളുമായി ഞങ്ങൾ ഇറങ്ങേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.